ഇന്ന് ഇഡ്ഡലിക്കും ദോശക്കും കൂടെ കൂട്ടാനായിട്ട് സാമ്പാറിനും ചട്നിക്കും പകരമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടാലോ സാമ്പാർ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഇത് ഉണ്ടാക്കാൻ നമുക്ക് സവാളയും തക്കാളിയും മാത്രം മതി കേട്ടോ. ഇഡ്ഡലിയായിട്ടും ദോശയായിട്ടും നന്നായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരാവശ്യത്തിന് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറഞ്ഞ അളവിലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് നേരത്തെ വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വേവാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തൊലിയൊക്കെ പൊട്ടിക്കിട്ടും കേട്ടോ. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇത് തൊലി കളഞ്ഞ് നമുക്കിതിന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് തണുത്തതിന് ശേഷം ഇടുക കേട്ടോ. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ചേർത്തതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതീയിൽ തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ ഇത് ജീരകം കരിഞ്ഞു പോകും. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2-3 പച്ചമുളക് എടുക്കുക. എരിവിന് നമ്മൾ മുളക് പൊടി അധികം ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് വേണ്ടവർ പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഇനി ഒരു 2 സവാള നമുക്ക് ഇതുപോലെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ശകലം ഉപ്പ് ചേർത്ത് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. കൂടുതൽ കറി വേണ്ടിക്ക് കൂടുതൽ തക്കാളി എടുക്കണേ. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5-2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് തക്കാളി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ എരിവിന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളകോ മറ്റേ മുളക് പൊടി എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ചേറെ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളക്കുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് മൂടി വെക്കാം വേണമെങ്കിൽ. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കുക. ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ കറി ഇവിടെ റെഡിയായേ. അപ്പോൾ ഈ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ടേസ്റ്റിയായ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.